حبيبي welcome to Abu Dhabi. ومال حبيبي مالو قولوا لي واش جرالو البارح كان يبغيني اليوم تغير حالو كان ديما فيا يسول وغيابه عليا طول لازم شي حد في بالو والله عليك بنعاون يا والفي حرام عليك هجرتيني My God, Abu Dhabi airport കാണാൻ എന്തൊരു ഭംഗിയാ. അതുകൊണ്ടോ അത് ഫ്രീ ടാക്സിയാ, നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ പോവാം. പക്ഷെ ഞാൻ നടക്കുക. എന്ത് ഭംഗിയാ ഈ എയർപോർട്ട് കാണാൻ. എനിക്ക് ഈ എയർപോർട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആളുണ്ട്. രണ്ട് എസ്കലേറ്റർ ഇറങ്ങാനുള്ളതാണ്. നോ കേരളി, ഓൺലി ഇറങ്ങലി. ഭയങ്കര ഭംഗി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ സിം എടുക്കാൻ പോണേ. ഇതാണ് ഇവിടെ ബസ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ വേണ്ട കാർഡ്. ടെമ്പററി യൂസ്, വിസിറ്റേഴ്സിന് ഫ്രീ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യാം. അപ്പോൾ എൻ്റെ ദിർഹത്തിന് ചാർജ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചാർജ് ചെയ്തു. ഇനി ഇത് വെച്ച് നമുക്ക് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് 4 ദിർഹം 3 ദിർഹം അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞാനിത് വാങ്ങി. എന്നിട്ട് നമുക്കിത് റീചാർജ് ചെയ്യാനുള്ളൊരു മെഷീനുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാവും എന്നാണ് ഈ പുള്ളി പറയണത്. ഈ പുള്ളി അറബിയാണ്, പക്ഷേ ഹീനോസ് ഹിന്ദി. കാരണം ഇവിടെ കൂടുതലും നമ്മുടെ ഇന്ത്യക്കാരാണ്. ഇതാണ് ഈ മെഷീൻ. ഇതിൻ്റെ അകത്ത് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഇരിക്കും, ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതെപ്പോഴേലും റീചാർജ് ചെയ്യാം. എൻ്റെ ഇവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട് എവിടെയായിട്ട് അല്ല, എൻ്റെ ഹോസ്റ്റൽ എവിടെയായിട്ട് വരുമെന്ന് ഇവിടെ എവിടെയോ ആണ് കേട്ടോ. മതി, ഇവിടെയാണ്. ഇതാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ സ്ഥലം. അപ്പം ഞാൻ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഇറങ്ങണത്. എനിക്ക് ഇങ്ങനെ നടക്കണം. നല്ല രസമല്ലേ എല്ലാം. അയ്യോ, ദിസ് ഈസ് ദ ഹോൾ അബുദാബി. അയ്യോ റബ്ബേ. ഓക്കെ, ഫൈൻ. സിം എടുത്ത് 150 ദിർഹം. നമ്മുടെ ഇവിടുത്തെ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം 23 രൂപ. കണക്ക് കൂട്ടിക്കോ. സിമ്മൊക്കെ ആയി, എനിക്ക് പുതിയ നമ്പറൊക്കെ ആയി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ബസ്സുണ്ട്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മറ്റേ മുസ്തഫക്കയും ഏകദേശം സെയിം റൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ബസ്സിൽ നമുക്കങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അതാ ബസ് സ്റ്റോപ്പ്. എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. എയർപോർട്ടിൻ്റെ ഭംഗിയാണെങ്കിൽ എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവണില്ല. ഇത് കണ്ട അനാക്കോണ്ട കിടക്കണ പോലെ കിടക്കണേ ബ്രിഡ്ജ്. നമ്മളുടെ ലഗേജ് പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കയറി വന്നേ, കാർഡ് എടുക്കാനും സിം എടുക്കാനും ഒക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയണത് ഇവിടെ ഒരു പേടി വേണ്ട, നമ്മൾ പുറത്ത് ലഗേജ് നിർത്തിയിട്ടേക്കാം, ആള് അപ്പം പിടിക്കുന്നു. അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകില്ല ആരും. സോ നോ വെറീസ്, ടെഫ്റ്റ് പേടിക്കണ്ട അല്ലേ? ഇവിടെ ഒന്നും പേടിക്കണ്ടല്ല ആണല്ലേ? തൊടാൻ വരില്ല. സേഫസ്റ്റ്. ഞങ്ങൾ അരമണിക്കൂറായി അകത്തേക്ക് പോയിട്ട്. തിരിച്ചു വന്നപ്പോൾ ദേ ഇരിക്കണം ഞങ്ങളുടെ പെട്ടി. 1 ഇഞ്ച് പോലും ഇറങ്ങിയിട്ടില്ല. ഗേ വിട്ടോ ജാനു, അങ്കേതാ ഇருக்கு പിന്തറാം. എൻ്റെ പെട്ടിയെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോണേ. പാവം. അതിൻ്റെ മോൾക്ക് എൻ്റെ പ്രായം. അപ്പം എന്നെ അതിൻ്റെ മോളെ പോലെ കൊണ്ടുപോവാ. ഇവിടെ ഞങ്ങളുടെ ബസ് വരിക A2. ഇതാ ബസ്. അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്തു നമ്മൾ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ റൂം. ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി ഗൈസ്.
ഹോസ്റ്റൽ കാണിച്ചു തരാം. ഇതൊരു ഫ്ലാറ്റാണ് ആക്ച്വലി. അതിൻ്റെ അകത്ത് ഈ ഒരു ഫ്ലാറ്റ് ഇവരൊരു ഹോസ്റ്റലാക്കി മാറ്റി. ഇതാണ് എൻട്രൻസ്. ഇതാണ് ഇവരുടെ വിസിറ്റിംഗ് റൂം. ഇവിടെ ഒരു കുഞ്ഞു റൂമുണ്ട്. ഇങ്ങോട്ട് നടക്കുന്തോറും ഓരോ റൂമുകൾ, 3 ഷെയർഡ് ബാത്റൂം ഉണ്ട്. ഇത് അല്ല, അത് 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 ദിസ് ഇസ് കോമൺ കിച്ചൺ. കിച്ചണിൽ ഇതുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി. അവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, കുഞ്ഞ് ടേബിളുണ്ട്. എൻ്റെ റൂം ഇങ്ങനെ വന്നപ്പോൾ ഒരു ഡോറ് 2, 3, 4 നിലയിൽ. ഇതാണ് എൻ്റെ റൂം. ഇവിടെ 2 റൂമുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നൊരു സുന്ദരൻ, പക്ഷെ പുറകെ ഒരു സുന്ദരിയും കൂടി ഇറങ്ങി വന്നു. ഇതിൻ്റെ അകത്താണ് എൻ്റെ റൂം. ഇത് നോക്കിക്കേ, എന്ത് കേൾക്കാറിയോ? ചെറുതാ, സംഭവം ചെറുതാ, പക്ഷെ ഭയങ്കര ക്യൂട്ട്. എനിക്കിഷ്ടപ്പെട്ട്. എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് ആണ് കേട്ടോ ഗൈസ്. അയണ്ട് ഇവിടെ ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞു. അത് നോക്കട്ടെ. ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാം മറ്റു നാട്ടുകളിലെ ആൾക്കാരാണ് കേട്ടോ. എന്താ ചെയ്യാ, എല്ലാരും കാണാൻ നല്ല രസം, പക്ഷെ എല്ലാരും കപ്പിൾസ് ആയിട്ടാ വന്നേക്കണേ. ഇവിടെ ഇപ്പൊ സമയം രാത്രി 11 മണി. എനിക്ക് വിശക്കുന്നു, പുറത്തു പോവാം. നോക്ക്, ഈ സമയത്ത് എന്ത് ഹാപ്പനിങ് ആ നോക്ക്. ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാം. നല്ല കാറ്റൊക്കെ രാത്രി, രസമുണ്ട്. എല്ലാവരും ഫ്ലാറ്റിലൊക്കെ താമസം തോന്നുന്നു. ഫുൾ കാറ് റോട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ നടന്നെന്ന് തോന്നുന്നു. കുറേ കടകൾ കണ്ട്, കുറച്ചും കൂടി ഓപ്ഷൻസ് ആവട്ടെ എന്ന് ഓർത്ത് പിന്നെയും നടന്നു. ബർഗർ, സീ ഫുഡ്, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. നടന്ന് ഞാനൊരു ഷവർമ്മ കടയിലെത്തി. ഈ വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും 7-Eleven എന്ന് പറഞ്ഞ സ്റ്റോഴ്സിനെ പറ്റി കേട്ടിട്ടില്ലേ? എപ്പോഴും തുറന്നിട്ടുള്ള, എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള. അതിൻ്റെ ഒരു അറബിക് വേർഷനാണ് ബക്കാല. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാം കിട്ടും. ഒരു ലെബനീസ് ഷവർമയും ഒരു പെപ്സിയും വാങ്ങിച്ച് നമ്മൾ തിരിച്ചു റൂമിലെത്തി. ഇതാണ് എൻ്റെ ഡിന്നർ. ഇതാണ് ഇവിടുത്തെ സ്മോൾ ഷവർമ. ചൂടുണ്ട്. കൊള്ളാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്. എവിടെ പോകണമെന്നറിയില്ല. ഓക്കെ, വെയിലുണ്ടെന്ന് തോന്നുന്നു. ചൂട് ഇന്നലെ വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കാം. ഞാനേ അബുദാബിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ കോമൺ ആയിട്ട് കേട്ട 3 ചോദ്യമുണ്ട്. ഒന്ന്, എന്താ അബുദാബി? അങ്ങനെയൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളും കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ ചുമ്മാ ഒരു ഇങ്ങനെ വെറുതെ ഒന്നും തോന്നിയില്ല അങ്ങ് അബുദാബി എടുത്ത്. പിന്നെ 2ാമത്തെ ചോദ്യം, അവിടെ എന്താ കാണാൻ? എനിക്കറിയില്ല, നമുക്ക് ഒരുമിച്ച് നോക്കാം. നമുക്ക് ഇങ്ങനെ കാണാം, ഫുഡ് കഴിക്കാം, നടക്കാം, അത്രേ ഉള്ളൂ, ഉള്ളത് കാണാം. പിന്നെ 3ാമത്തെ മെയിൻ ചോദ്യം, ജോബിന് പോയതാണോ? ജോബിൻ്റെ ആവശ്യത്തിന്? അതിന് മാത്രം ജോബ് ഇവിടെ എവിടെ എടുത്തു വെച്ചേക്കണം എനിക്കറിയില്ല. ഈ ജോലിയുടെ ആവശ്യത്തിനൊന്നും വന്നതല്ല. വെറുതെ 3 ദിവസം വെറുതെ ഒന്ന് ഒരു രാജ്യം, ഒരു നാട് കാണാം, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ കുറേ പേര് ചോദിച്ച് ദുബായി പോകുന്നുണ്ടോ? ദുബായിലാണ് മെയിനായിട്ടുള്ളത്. എനിക്കറിയാം ദുബായി കുറച്ചുകൂടി സെറ്റപ്പാകാൻ എനിക്കറിയാം. പക്ഷെ ദുബായ് ഇൻഷാല്ലാ പിന്നെ കാണാം. എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ട്രിപ്പ് പോയിട്ട് 5 രാജ്യങ്ങൾ ഒരുമിച്ച് കണ്ട് എനിക്കിഷ്ടമല്ല. ഒരു സ്ഥലത്ത് പോവാ,
അവിടെ നിൽക്കാം, അവിടെ ഇങ്ങനെ എല്ലാം കാണാം, കണ്ടിങ്ങനെ ദഹിക്കണം. ഇനി മറക്കരുത്. അങ്ങനെ ആക്കിയിട്ട് പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഡെസേർട്ട് സഫാരിക്കൊക്കെ പോണതിന് മുന്നേ ഞാൻ ലഞ്ച് കഴിക്കാൻ വന്നിവിടെ. അൽ മദ്ബി അൽ മന്തി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. എനിക്ക് സൂപ്പ് തന്നു, കുടിച്ചു നോക്കാം. ഹാഫ് പോർഷൻ മന്തിയാണിത്. ഇറ്റ് ലുക്സ് യമ്മി. ക്വാർട്ടർ തരില്ല ഇവിടെ, മിക്ക കടകളിലും ക്വാർട്ടർ ഇല്ല. കൊതിയാവണം. നമ്മളിങ്ങനെ ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിൽ തോന്നിയാൽ മതി, അപ്പോഴത്തേക്കും വരുന്ന വണ്ടി മൊത്തം ചവിട്ടിത്തരും. നമ്മുടെ നാട്ടിലൊരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് ഡ്രൈവറിന് തോന്നിക്കഴിഞ്ഞാൽ ഇരട്ടി സ്പീഡിൽ ഓടിക്കും അല്ലേ. അയാൾ ക്രോസ് ചെയ്യാനേക്ക് മുന്നേ ഞാൻ ഓടിച്ചു പോട്ടെ. നല്ല വെയിലത്ത് ഞാൻ ഈ ചൂടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കുറച്ച് തണുപ്പ് കിട്ടിയെങ്കിന്ന് ഓർത്തേ. അപ്പോൾ അതേ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയാ ഒരു AC റൂം ഉണ്ടാക്കി വെച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ ഡെസേർട്ട് സഫാരി എല്ലാം നല്ല അടിപൊളിയായി കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലെത്തി. ഇവിടെ എനിക്ക് ഹോസ്റ്റൽ മേറ്റ്സ് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. Okay guys, I'm going to introduce you to my handsome hostel mate. Meet Victor. Hi, how are you? He's from Spain, and he's a lecturer in marketing. Yeah. What do you want to say to my viewers, Victor? Tell them to subscribe my channel. First, subscribe to her channel. Watch all, maybe. You can edit this part. Yeah. It was a pleasure to meet her at the hostel, and she's really beautiful and friendly girl. I think she can offer you a lot of tips, ideas to travel around the world. So, Yeah. So watch my video. Yeah. So bye. Bye. എനിക്കിവിടെ വിക്ടറിനെ കൂടാണ്ട് വേറൊരു ഹോസ്റ്റൽ മേറ്റ് കൂടെ ഉണ്ട്, ഋതുവ. IRDWA, ഋതുവ. ആള് ഈജിപ്തിൽ നിന്നാണ്, പക്ഷെ അധികം ഇംഗ്ലീഷ് സംസാരിക്കില്ല, അറബിയിലാണ് ഫ്ലുവൻറ്റ്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സന്തോഷിച്ച് ഇങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ളൊരു പെൺകൊച്ച്. അതിനെ കാണിച്ചുതരാം. Hi guys, so this is Ridwa from Egypt, and she knows Arabic very well. كيف الحال? I only know that. Very nice and very good. We both hate English. Worst language, Yes, right? yes. सारे ही बंधन ज़माने तेरे तोड़ूंगी ना मैं वहाँ. Okay. Ready? Okay, yes. Okay. 1, 2, 3, start. तोड़ी मैंने सारे ही बंधन ज़माने तेरे तोड़ूंगी ना. We didn't say that. I forgot. Sorry guys. Everyone. We are professional dancers. Okay. Ready? 1, 2. Forget. I am. Ready? 1, 2. तोड़ी मैंने सारे ही बंधन ज़माने तेरे तोड़ूंगी ना मैं वादा. आधा हिस्सा मेरे तो दिल की कहानी का तू पिया मैं बाकी आधा. देखो ना देखो मुझे क्या. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഡെസേർട്ട് സഫാരി വീഡിയോ, ഗ്രാൻഡ് മസ്ജിദ് വീഡിയോ, വാർണർ ബ്രോസ് വീഡിയോ, പിന്നെ
കൊറിയൻ കൺവീനിയൻസ് സ്റ്റോർ വീഡിയോ. ഇത് 4 സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇറങ്ങുന്നതായിരിക്കും. എല്ലാം കൂടെ എനിക്ക് ഒരെണ്ണത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, അത്രക്കുള്ള കഴിവൊന്നും എനിക്കില്ല. സോ ബൈ, ടാറ്റാ.